السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. പിശാച് നമ്മെ വഴിവേപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും അവൻ ചെയ്യും. ഏതെല്ലാം കുതന്ത്രങ്ങളിനു വേണ്ടി മെനഞ്ഞുണ്ടാക്കാൻ സാധ്യമാകുമോ അത് മുഴുവനും അവൻ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതൊരു പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മളെ വലിയ തെറ്റുകളിലേക്ക് അവൻ എത്തിക്കുക. അതുപോലെ തന്നെ ചെറുതും വലുതുമായി നാം അറിയാതെ തെറ്റുകുറ്റങ്ങളിലേക്ക് വഴുതി വീഴാനുള്ള എല്ലാ വഴികളും അവൻ നമുക്ക് മുമ്പിൽ ഒരുക്കി തന്നുകൊണ്ടേയിരിക്കും. ധാരാളം ഇൽമുള്ള ആലിമീങ്ങൾക്കല്ലാതെ അവൻ്റെ ചതിവലകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിടുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഇൽമു പഠിക്കാൻ നാം തയ്യാറാവുകയും പിശാചിൻ്റെ ഏതെല്ലാം കെണിവലകളുണ്ടോ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അവനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധ്യമാകുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധ്യമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൈശാചികമായ എല്ലാ ഷർറുകളിൽ നിന്നും അവൻ്റെ സർവ്വകുതന്ത്രങ്ങളിൽ നിന്നും നമുക്ക് അല്ലാഹു രക്ഷ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ ശപഥം ചെയ്തുകൊണ്ട് പറയുന്നതായി കാണാൻ കഴിയും. മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അബി സഅദ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ശൈത്താന ഖാൽ, തീർച്ചയായും പിശാച് പറഞ്ഞു, ബിഇസ്സതിക യാ റബ്ബ്, അല്ലാഹുവേ നീ തന്നെയാണ് സത്യം, ലാ അബ്റഹു ഉഗ്വി ഇബാദക മാദാമത അർവാഹുഹും ഫി അജ്സാദിഹിം, നിൻ്റെ അടിമകളുടെ ആത്മാവ് അവരുടെ ശരീരത്തിലായിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ഞാൻ അവരെ വഴിപേപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള എല്ലാ കുതന്ത്രങ്ങളും ഞാൻ മെനഞ്ഞുകൊണ്ടേയിരിക്കും. ഏതെല്ലാം നിലക്ക് അവരെ വഴിപേപ്പിക്കാൻ വേണ്ടി സാധ്യമാകുമോ ആ വഴികളെല്ലാം ഞാൻ സ്വീകരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞ ഉടൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മറുപടിയായി പറഞ്ഞതായി കാണാം, വഇസ്സതി വജലാലി, എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, മാസാല അസ്തഗ്ഫിർ ലഹും അസ്തഗ്ഫിറൂനി, എൻ്റെ അടിമകൾ പാപം സംഭവിച്ചു പോയാൽ, തെറ്റുകൾ സംഭവിച്ചു പോയാൽ അവരെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്ന കാലത്തോളം ഞാൻ അവർക്കെല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ പിശാചിനെ തോൽപ്പിക്കാൻ നാം നല്ല ജ്ഞാനമുള്ളവരാവുക, അറിവുള്ളവരായി മാറുക. അതോടൊപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് വല്ല തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയാൽ ഉടനെ മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാൻ, പാപമോചനം തേടാൻ നമുക്ക് സാധ്യമായാൽ പിശാചിനെ തോൽപ്പിക്കാൻ അതുവഴി നമുക്ക് സാധ്യമാകുമെന്നാണ് ഇത്തരം ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹള് ഫള് കൊണ്ട് ഖൈറായ നേരായ വഴിയിൽ വഴി നടക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ശൈത്താനിയ ശർറിൽ നിന്ന് അല്ലാഹു തആല നമ്മയും ബന്ധപ്പെട്ട സർവ്വരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.